നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതം കൈവരിച്ച ഏറ്റവും വലിയ കരുത്തിനെക്കുറിച്ചാണ്. ലോകത്തിലെ പ്രബല ശക്തികൾക്കിടയിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ഭാരതം എന്ന നമ്മുടെ രാജ്യം ഇന്ന് അഭിമാനത്തോടെ നിൽക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച 4 മഹാപ്രതിഭകളുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിയൻ പ്രസിഡന്റ് ഖമേനിയെ കൊലപ്പെടുത്തി. ഒരിക്കൽ അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടി. ധാതുക്കൾക്കായിട്ട് ഉക്രൈനെ ഭീഷണിപ്പെടുത്തി. ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈനെ എണ്ണ ശേഖരത്തിന് വേണ്ടിയിട്ട് കൊലപ്പെടുത്തി. എന്നാൽ ഇന്ത്യയെ തൊടാൻ അമേരിക്കയ്ക്ക് ധൈര്യമില്ലാത്തത് ഒരുപക്ഷെ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം. സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ ഭാരതത്തിന് ഒരു ആണവ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് വിത്തിട്ടത് ഡോക്ടർ ഹോമി ജെ ഭാഭയാണ്. 1944 അദ്ദേഹം പറയുകയുണ്ടായി, ഭാവിയിൽ വൈദ്യുതിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഭാരതം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന്. ഭാരതത്തിന്റെ ആണവ പദ്ധതി എന്ന സ്വപ്നം കാണുകയും അതിന് ശക്തമായ അടിത്തറയിടുകയും ചെയ്ത ദീർഘദർശിയായിരുന്നു അദ്ദേഹം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവുമായി ചേർന്ന അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും അറ്റോമിക് എനർജി കമ്മീഷനും സ്ഥാപിച്ചു. ഭാരതത്തിന്റെ ആണവ പദ്ധതി എന്ന സ്വപ്നം കാണുകയും അതിന് അടിത്തറയിടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെട്ടത്. ഭാഭയുടെ സ്വപ്നങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകാൻ ഒരു ശക്തമായ നേതൃത്വം ആവശ്യമായിരുന്നു. അത് നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ഇന്ദിരാഗാന്ധിയാണ്. 1974 മെയ് 18 രാജസ്ഥാൻ മരുഭൂമിയിലെ പൊക്രാനിൽ വെച്ച് ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. സ്മൈലിംഗ് ബുദ്ധ അഥവാ ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഈ ഓപ്പറേഷന്റെ രഹസ്യ പേര്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഭാരതത്തിന് സ്വന്തമായി ആണവ സാങ്കേതിക വിദ്യയുണ്ട് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഇന്ദിരാഗാന്ധി കാണിച്ച ചങ്കൂറ്റം ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ നമ്മൾ ദ അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ ആ യാത്ര പിന്നീട് 1998 ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിജയമായി മാറി. പൊക്രാൻ 2 അഥവാ ഓപ്പറേഷൻ ശക്തി പരീക്ഷണത്തിന്റെ പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം അദ്ദേഹമായിരുന്നു. അന്നത്തെ സാങ്കേതിക വെല്ലുവിളികളെയും ലോകരാജ്യങ്ങളുടെ ചാരക്കണ്ണുകളെയും മറികടന്ന് ഇന്ത്യ ആ പരീക്ഷണം വിജയിപ്പിച്ചത് കലാമിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും കഠിനാധ്വാനം കൊണ്ടാണ്. ഭാരതത്തെ ഒരു ആണവ രാഷ്ട്രമായി മാറ്റിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഏറ്റവും അവസാനം ലോകത്തിന് മുന്നിൽ ആ ധീരമായ പ്രഖ്യാപനം വന്നു. 1998 മെയ് 11 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിക്കുകയുണ്ടായി, ഇന്ത്യ ഇപ്പോൾ പൂർണ്ണമായ ഒരു ആണവ രാഷ്ട്രമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ഭയപ്പെടാതെ ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉറച്ച രാഷ്ട്രീയ തീരുമാനമാണ് ഭാരതത്തെ ഇന്നത്തെ ഈ സുരക്ഷിത നിലയിൽ എത്തിച്ചത്. ശരിക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുരക്ഷയ്ക്ക് പിന്നിൽ ഹോമി ഭാഭയുടെ സ്വപ്നവും ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയും കലാം സാറിന്റെ ബുദ്ധിയും വാജ്പേയിയുടെ ദൃഢനിശ്ചയവുമുണ്ട്. ആധുനിക ഭാരതത്തിന്റെ സുരക്ഷാ കവചം തീർത്ത ഈ മഹാന്മാർക്ക് നമുക്ക് നന്ദി പറയാം. ഈ ചരിത്രയാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.